ഈ വർഷം മോഹൻലാലിൻ്റെതായി ഒരൊറ്റ സിനിമ മാത്രമേ തിയേറ്ററുകളിൽ എത്തിയുള്ളൂ. മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രമായിരുന്നു. വലിയ ഹൈപ്പോടുകൂടി എത്തിയ ചിത്രം, എന്നാൽ പ്രതീക്ഷിച്ച പോലെ ബോക്സ് ഓഫീസിൽ സക്സസ് ആയില്ല. പ്രീസെയിൽ ബിസിനസ്സിലൊക്കെ റെക്കോർഡുകൾ നേട്ടമുണ്ടാക്കി ഈ സിനിമ. എന്നാലും പ്രേക്ഷകരുടെ ആസ്വാദനത്തെ അത്ര കണ്ട് ബോധിച്ചില്ല ഈ ചിത്രം. പക്ഷേ നിരൂപക പ്രശംസ നേടുകയും ചെയ്തിരുന്നു. മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രം ഒരു രീതിയിൽ പ്രേക്ഷകർ വിമർശിച്ച് അതിനെ തകർക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചു. അത്രയ്ക്ക് വലിയ വിമർശനമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന് നേരിട്ടത്. അത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് പോലും ബാധിച്ചു എന്നതാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നതും. മലൈക്കോട്ടെ വാലിബന് നേരിട്ട വിമർശനങ്ങളോട് പ്രതികരിച്ച് സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുക എന്നതല്ല, അവരുടെ അഭിരുചികളെ മാറ്റിമറിക്കാനും സംവിധായകന് കഴിയണമെന്ന് ലിജോ ജോസ് പല്ലിശ്ശേരി അഭിപ്രായപ്പെട്ടു. ഗലാട്ട പ്ലസിന്റെ ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കുട്ടിക്കാലം മുതൽ സിനിമകൾ കണ്ട അതിഗംഭീര മുഹൂർത്തങ്ങൾ പുനരാവിഷ്കരിക്കാനാണ് മലൈക്കോട്ടെ വാലിബനിൽ ശ്രമിച്ചത്. എന്റെ മനസ്സിൽ പതിഞ്ഞ ആ സിനിമകളുടെ ഒരു മൊണ്ടാഷാണ് അത്. ബച്ചൻ സാറും രജനി സാറും സ്ക്രീനിൽ നിറഞ്ഞാടിയ സിനിമകളിലെ കൈയടിച്ചും വിസിലടിച്ചും തിയേറ്ററിൽ ആസ്വദിച്ച സിനിമകൾ. മലൈക്കോട്ടെ വാലിബനെ പ്രതീക്ഷിച്ച പ്രതികരണമല്ല ലഭിച്ചത്. അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടത് വെറും 3 ആഴ്ചകളാണ്. പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുക എന്നതല്ല ഒരു സംവിധായകന്റെ ജോലി, മറിച്ച് പ്രേക്ഷകരുടെ അഭിരുചികളെ മാറ്റിമറിക്കാൻ സംവിധായകന് കഴിയണം. അവരുടെ ചലച്ചിത്രാസ്വാദന നിലവാരത്തെ ഉയർത്താൻ കഴിയണം. അതാണ് എന്റെ ശൈലി. സംവിധാനം എന്നാൽ സിനിമ നിർമ്മിക്കുക എന്നത് മാത്രമല്ല, എന്ത് കാണണമെന്ന പ്രേക്ഷകരുടെ ചിന്തകളെ സ്വാധീനിക്കുന്നതും കൂടിയാകണം. അതും സംവിധാനത്തിൽ പെടും. മോഹൻലാലിനെ നായകനാക്കി ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത്. സിനിമയ്ക്കെതിരെ നടന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ തന്നെ നിരാശപ്പെടുത്തിയെന്നും ലിജോ ജോസ് പല്ലിശ്ശേരി തന്നെ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ വർഷം അവസാനിക്കാറാവുമ്പോൾ മലൈക്കോട്ടെ വാലിബന്റെ ഓരോ ഫ്രെയിമിനെ പറ്റിയും അതിലെ പോസിറ്റീവ്നെസ്സിനെ പറ്റിയും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് പല പ്രേക്ഷകരും. മലൈക്കോട്ടെ വാലിബൻ ഏത് രീതിയിലാണ് അത് പ്രേക്ഷകരിലേക്ക് നെഗറ്റീവായി വന്നത് എന്ന രീതിയിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ നടത്തുന്നുണ്ട്. ഒരു വിഭാഗത്തെ എടുത്തു കഴിഞ്ഞാൽ മലൈക്കോട്ടെ വാലിബൻ അവർക്ക് ഗംഭീരമായ ഒരു ചിത്രമാണ് സമ്മാനിച്ചത്. അതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പല പ്രേക്ഷകരെയും നമുക്ക് അറിയാമായിരുന്നു. അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നിരവധി നമ്മൾ കേട്ടതാണ്. എന്നാൽ മറ്റൊരു വലിയ പ്രേക്ഷക സമൂഹത്തിന് ഈ ചിത്രത്തെ ഇരികെ നീട്ടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായി. അത് പിന്നീട് ഹെയ്റ്റ് ക്യാമ്പയിനിലേക്ക് വഴിവെച്ചു. വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ടായി. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരി സംസാരിക്കുന്നതും. എന്നാൽ പിന്നീട് മലൈക്കോട്ടെ വാലിബന്റെ 2ാം ഭാഗം ഉണ്ടാകും എന്ന രീതിയിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മലൈക്കോട്ടെ വാലിബന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഈ 2ാം ഭാഗത്തിന്റെ വരവിനെ അവർ സൂചനയോടെ അറിയിപ്പിച്ചത്. എന്നാൽ പിന്നീട് വാർത്തകളൊന്നും കണ്ടില്ല. ഇപ്പോഴത്തെ അതേ പ്രൊഡക്ഷൻ ഹൗസിൽ മറ്റൊരു മോഹൻലാൽ സിനിമ ഒരുങ്ങാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള റൂമറുകളും അടുത്തിടെ പൊങ്ങി വന്നിട്ടുണ്ട്. വേല എന്ന സിനിമയുടെ സംവിധായകൻ ശ്യാം ശശി ഒരുക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മോഹൻലാൽ ചിത്രത്തിന്റെ റൂമറുകളാണ് പൊങ്ങി വന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷിബു ബേബി ജോണിന്റെ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ് ആയിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നു. മലൈക്കോട്ടെ വാലിബന് ശേഷം വീണ്ടും ഒരു ചിത്രം ഒരുക്കാൻ അവർ ഒരുങ്ങുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇതിനെക്കുറിച്ചുള്ള സൂചനകളൊന്നും നൽകിയിട്ടില്ല. റൂമറായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മോഹൻലാലുമായി ഡിസ്കഷൻ നടത്തിയെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇനി എന്തായാലും വരാൻ പോകുന്ന മോഹൻലാൽ സിനിമകളിൽ ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമ കൂടി ഉണ്ട് എന്നാണ് മോഹൻലാലിന്റെ ലൈനപ്പുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ലിജോ ജോസ് പല്ലിശ്ശേരി മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാലുമായി വീണ്ടും ഒരു സിനിമ ചെയ്യാൻ ലിജോ ജോസ് പല്ലിശ്ശേരി ഒരുങ്ങുന്നുണ്ട് എന്ന് അണിയറയിലെ വാർത്തകൾ. അതിനി വാലിബൻ 2 ആണോ മറ്റേതെങ്കിലും സിനിമയാണോ എന്നുള്ളതാണ് വരും നാളുകളിൽ അറിയേണ്ടതും.